കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. നിന്റെ ജീവിത പ്രതിസന്ധികളിൽ എൻ്റെ അടുത്ത് വന്ന് ദുഃഖങ്ങളും പ്രയാസങ്ങളും ആവശ്യങ്ങളും നീ പങ്കുവയ്ക്കുമ്പോൾ നിന്നിൽ നിന്ന് യാതൊരു പ്രതിഫലവും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മക്കളുടെ നന്ദിയുള്ള ഹൃദയം മാത്രം മതി എനിക്ക്. ചില പ്രതിസന്ധികൾ നിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഞാൻ അനുവദിക്കാറുണ്ട്. അത് എൻ്റെ മക്കൾക്കുണ്ടാക്കുന്ന മനോഭാരങ്ങളെപ്പറ്റി എനിക്ക് വളരെ നന്നായിട്ടറിയാം. പക്ഷേ കുഞ്ഞെ, അതിൽ നിന്നും നീ അനുഭവിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളുമൊക്കെ അനവധിയാണ്. ആത്മശരീര മനസ്സുകളിലെ പാപമാലിന്യങ്ങൾ നീക്കി ശുദ്ധീകരിക്കപ്പെടാൻ അഗ്നി പരീക്ഷണങ്ങൾ ആവശ്യമാണ്, സഹായകമാണ്. ജീവിത ദുരന്തങ്ങളിൽ എന്നിൽ ആശ്രയം വയ്ക്കുമ്പോൾ നിനക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അനവധിയാണ്. അതിലൊന്ന് എൻ്റെ സമാധാനമാണ്. എന്നെ ആശ്രയിക്കുന്ന മക്കളെ ഞാൻ പരിപൂർണ സമാധാനത്തിൽ നിറയ്ക്കും, ഉറപ്പിക്കും. സമ്പത്ത്, വൈഡ് കവറേജുള്ള ഇൻഷുറൻസ്, സെക്യൂരിറ്റി സിസ്റ്റം, ഇതൊക്കെയാണ് സമാധാനം നൽകുന്നതെന്ന് ലോകം മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുകയാണ്. പക്ഷെ ലോകം തരുന്ന സമാധാനം മക്കളെ താൽക്കാലികമാണ്. സാഹചര്യങ്ങൾ തകിടം മറിയുമ്പോൾ നഷ്ടപ്പെടുന്നതാണ്. എന്നാൽ എൻ്റെ സമാധാനം ശാശ്വതമാണ്. പ്രതികൂല സാഹചര്യങ്ങളിലും തകർന്നു പോകാത്തതാണ്. എല്ലാം നഷ്ടപ്പെടുമ്പോഴും എൻ്റെ സമാധാനം എൻ്റെ മക്കളെ പ്രത്യാശയിൽ ഉറപ്പിച്ചു നിർത്തും. ഭൗതിക സങ്കേതങ്ങളിൽ നിന്നും പിടിവിട്ട് പ്രതിസന്ധികളുടെ താഴ്വരയിൽ നീ എത്തുമ്പോഴും എൻ്റെ സമാധാനം നിന്നെ ശാശ്വത പാതയിൽ വഴി നടത്തും. ജീവിത പ്രതിസന്ധികളിൽ രണ്ടു തരം പ്രതികരണങ്ങളാണ് മക്കളിൽ ഞാൻ കാണാറുള്ളത്. ഒന്ന് കോപമാണ്. അത് മക്കളിലെ എല്ലാ നന്മകളെയും നശിപ്പിക്കും. മറ്റൊന്ന് ക്ഷമയാണ്. മക്കളെ, ക്ഷമ നേടിത്തരുന്നത് ഒരുപാട് നന്മകളാണ്. എൻ്റെ സമാധാനത്തിൽ വിരിയുന്ന സുകൃതഫലമാണ് ക്ഷമ. ഫിലിപ്പ്യ ലേഖനം 4-ാം അധ്യായം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. യെശയ്യാ പ്രവചനം 26-ാം അധ്യായം. അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിൻ്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ഈ
അത്ഭുത വചനങ്ങളാൽ ദൈവം നമ്മുടെ മനസ്സിനെ പ്രത്യാശയിൽ ഉറപ്പിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.